Watch India's largest kids library only on Jio Hotstar. Download the app now. ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു വീഡിയോ ലഭിച്ചത്. അതിൽ എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ നഗരത്തിലേക്ക് ഒരു ഏലിയൻ മിറർ വന്ന് എത്തിച്ചേർന്നിരിക്കുന്നു. ഇതാ നോക്കൂ, ആരും കണ്ടാൽ വിറച്ചു പോകും. നോക്കൂ. അല്ല ഇതെന്താ? ഇതെന്നാ കണ്ണാടിയാ? നല്ലോണം ശ്രദ്ധിച്ചു നോക്കൂ. നഗരത്തിലേക്ക് വന്നിരിക്കുന്ന ഈ ഏലിയൻ മിറർ അത് നോക്കുന്ന ആളെ ഒരു മൃഗമായോ അല്ലെങ്കിൽ പക്ഷിയായോ മാറ്റിക്കളയുന്നു. ഇപ്പോഴാണ് ഒരാള് ചിമ്പാൻസി ആയിട്ട് മൊത്തത്തിൽ മാറിയിരിക്കുന്നത്. ഇതേപോലെ തന്നെ വേറൊരു വീഡിയോ വൈറലായിരിക്കുന്നു. ഇതും നിങ്ങൾ കണ്ടു നോക്കൂ. ഇപ്പൊ ഈ മിറർ കാരണം നമ്മുടെ സിറ്റിക്ക് വലിയൊരു ആപത്തുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിന് എത്രയും പെട്ടെന്ന് നമ്മൾ ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ സംഗതികൾ വഷളാവും. എന്താ ഇവിടെ നടക്കുന്നത്? ഇത് വലിയ പ്രശ്നമാണെന്നാണല്ലോ തോന്നുന്നത്. അവസാനം വലിയ ആപത്തായി മാറും. വരൂ, ചെന്ന് നമുക്ക് എന്താണെന്ന് നോക്കാം. എന്ത് മിററാണിത്? സൂക്ഷിച്ചു മോട്ടു, സൂക്ഷിച്ച്. മിററിന്റെ മുമ്പിൽ മാത്രം പോയി നിക്കല്ലേ, കാരണം നീ ഒരു മൃഗമായി മാറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മോട്ടു. മോട്ടു അത് നോക്ക്, ഏലിയൻ മിറർ. മോട്ടു ഓടിക്കോ. അത് നമ്മളെ നോക്കി തന്നെയാ വരുന്നത്. നമ്മുടെ മുഖം അതിൽ കാണാൻ പാടില്ല. ഞങ്ങൾ നോക്കില്ല, ഞങ്ങൾ നോക്കില്ല. ഈ രണ്ടാളുകളും പക്ഷിയായി മാറി പറന്നു പോയിരിക്കുകയാണ്. എവിടേക്കാണോ ഏലിയൻ മിറർ പോകുന്നത് ആ സ്ഥലങ്ങളുള്ള വീടുകളിൽ മോഷണം നടക്കുന്നുണ്ട്. എങ്ങനെ ഇത്രയും മോഷണം പോകുന്നത്? ഈ ഏലിയൻസിന് ഇങ്ങനെ മോഷണമൊക്കെ ചെയ്തിട്ട് എന്ത് ലാഭം കിട്ടാനാ? അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് സത്യം എന്താന്ന് വെച്ചാൽ ഇതില് നമ്മുടെ ലിറ്റിൽ മാസ്റ്റർ ജോണിന്റെ കൈ ഉണ്ടെന്നാണ്. ചേട്ടാ, എന്റെ ചങ്കേന്റെ ബ്രോ, അത് ജോണല്ല, ഏലിയൻ ആവാനാ സാധ്യത. അതെ വലിയേട്ടാ, ഇത് ജനങ്ങൾക്കിടയിൽ വലിയൊരു പേടി സ്വപ്നമായി മാറിയിരിക്കുക. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ആ ഏലിയനെ ഞാൻ നോക്കിക്കോളാം. എന്റെ ചിങ്കം സാറേ, എങ്കിൽ വേഗം ചെല്ലൂ. എന്നിട്ട് അവനെ ശരിക്കും ഒരു പാഠം പഠിപ്പിക്കൂ. ഓക്കെ മോട്ടു, ചിങ്കം ഓൺ ഡ്യൂട്ടി. ഏലിയൻ വെയിറ്റ്, ഐ ആം കമ്മിങ്. ഒരുപക്ഷെ ഞാൻ കാക്കയെ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഈ ക്രൈമൊക്കെ ആരാണ് കണ്ടുപിടിക്കുക? ഞാൻ വെറും കാക്കയെ കാന്ന് ഒച്ച വെക്കേണ്ടി വരും. അത് എനിക്ക് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. സോ മോട്ടു പത്ലു, നിങ്ങൾ തന്നെ പോയാ മതി. ചിങ്കം സാറേ, നിങ്ങൾ ചെല്ലൂന്നേ. ഏയ്, നീ പൊക്കോ. നീ പൊക്കോ. നമുക്ക് പോകേണ്ട ആവശ്യം വന്നില്ലല്ലോ. ഇങ്ങോട്ട് തന്നെ വന്നല്ലോ. എനിക്ക് തോന്നുന്നത് ഇവൻ നമ്മളെയാണ് അന്വേഷിക്കുന്നത്. നമ്മുടെ പുറകെ തന്നെ വരുന്നുണ്ട്. ഇല്ല, ഞങ്ങൾ നോക്കില്ല, ഞങ്ങൾ നോക്കില്ല. പോയിക്കൊണ്ടിരുന്നു. ഞാൻ പോയിക്കൊണ്ടേ ഇരിക്കാം, പക്ഷെ നിങ്ങൾ പറന്നുകൊണ്ടേ ഇരിക്ക്. അയ്യോ, ഇത് ഏലിയൻ മിറർ അല്ലേ? എസ്കേപ്പ് ആയിക്കോ. ബാക്ക് ടു പവലിയൻ. ബോക്സർ ചേട്ടാ നിക്കല്ലേ, പോയിക്കൊണ്ടേയിരുന്നു. മോട്ടോ മിണ്ടാതിരിക്ക്. ഞാൻ പോയിക്കൊണ്ടല്ലേ ഇരിക്കുന്നത്. നിങ്ങൾ ഇവിടെ കിടക്ക്, ഞാൻ പോയിട്ട് വരാം. ഞങ്ങള് നോക്കില്ല. ഇല്ല, ഞങ്ങള് നോക്കില്ല.
ചേടാ മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ മിറർ കണ്ടുപിടിച്ചത്. ഒരു പ്രാവശ്യം നോക്ക്. അതെ പ്ലീസ്. അല്ല, ഇത് ബലിയേട്ടന്റെ ശബ്ദമാണല്ലോ കേൾക്കുന്നത്. എന്താ ബലിയേട്ടാ, നിങ്ങൾ ഏലിയനായി മാറിയോ? ഇല്ല ഇല്ല എന്റെ ചങ്ക, എന്റെ ബ്രോ, ഏലിയൻ മിററിന് വേണ്ടി ഞാനൊരു പുതിയ മിറർ കണ്ടുപിടിച്ചതാണ്. അതെ, സെയിം ടു സെയിം. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത്. പക്ഷെ നിങ്ങളൊക്കെ പേടിച്ചോടിയല്ലോ. നിങ്ങൾ അങ്ങനെയാണോ പറയേണ്ടത്? നിങ്ങൾ പറയേണ്ടത് നിങ്ങളും അതേപോലത്തെ മിറർ ഉണ്ടാക്കിയിരിക്കുകയാണെന്ന്. അതല്ലാതെ നിങ്ങൾ വെറുതെ എന്നെ നോക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ മനസ്സിലാക്കാനാ? പറയൂ ഡോക്ടർ ജട്ക. ചേടാ എന്റെ ചങ്ക, എന്റെ ബ്രോ, ഇപ്പൊ ഞാനും ആ ഏലിയൻ മിററിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഇത് കണ്ടുപിടിച്ചത്. എന്നെ മനസ്സിലാക്കൂ. ന്യൂസ് കണ്ടത് തൊട്ട് ഞാൻ ഈ ജോലിയിലായിരുന്നു. ഞാനിപ്പോ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ മിററിന്റെ അകത്തിരുന്ന് ആ ഏലിയൻ മിററിന്റെ ഒപ്പം ഫൈറ്റ് ചെയ്ത് ജയിക്കാം. മനസ്സിലായോ? ഇതിലുള്ള റേസർ ഗൺ സൈഡിൽ നിന്ന് വന്ന് അതിനെ ഫയർ ചെയ്യും. ഓക്കെ അല്ലേ? ഈ റേസർ ഉപയോഗിച്ച് നമ്മളെ കൊണ്ട് ആ ഏലിയൻ മിററിനെ ഡെസ്ട്രോയ് ചെയ്യാൻ പറ്റൂ. ഇത് വളരെ നല്ല ഐഡിയ ആണ്. ഇനി നമ്മൾ അവനെ ഒരു കൈ നോക്കിക്കളയാം. വരൂ. വരൂ. ആ ഏലിയൻ മിറർ എവിടെ ഉണ്ടെന്ന് ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. നിങ്ങളോട് പിന്നെ വിവരം അറിയിക്കാം. ഡോക്ടർ ജഡ്ക, ഞാൻ പലയിടത്തും അന്വേഷിച്ചു നോക്കി. പക്ഷെ ആ ഏലിയൻ മിററിനെ എവിടെയും കാണാൻ സാധിച്ചില്ല. അതെ ഡോക്ടർ ജഡ്ക, ഞാൻ ചിങ്കമല്ലേ? എന്തിനാ വീണ്ടും എന്നെ നോക്കുന്ന അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ചിങ്കം സാർ, നിങ്ങൾ ആ മിററിന് അവിടെ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? ഇല്ല. ഞാൻ എവിടെയും അതിനെ കണ്ടില്ല എന്നുള്ള വിവരം പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ആദ്യം നിങ്ങൾ എല്ലാവരും അകത്തുനിന്ന് വന്നേ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. എന്താ പോരെ? ഓക്കെ. അകത്തുനിന്ന് വരാനോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് ചിങ്കം സാറേ? ഞങ്ങൾ ഒരുപാട് ദൂരെയാ ഉള്ളത്. നിങ്ങൾക്ക് ഞങ്ങളെ കാണാനൊന്നും പറ്റില്ല. എവിടെയാ ഉള്ളത് നിങ്ങള്? എങ്കിൽ പിന്നെ എന്റെ മുന്നിൽ നിൽക്കുന്നത് ഈ ആരാണ്? ചിങ്കം സാർ, അത് ഏലിയൻ മിറർ ആയിരിക്കും. അതായത് ഒറിജിനൽ മിറർ. ഞങ്ങൾ ആരും തന്നെ നിങ്ങളുടെ അടുത്തൊന്നും ഇല്ല കേട്ടോ. എന്റെ അമ്മോ, ഇത് ഒറിജിനൽ ഏലിയൻ മിറർ ആണെന്നോ? ഇല്ല, ഞാൻ നോക്കില്ല. ഞാൻ ഒരിക്കലും നോക്കില്ല. ഈ മനുഷ്യന് എന്തുമാത്രമാ ഒച്ച വെക്കണേ? എവിടെയെങ്കിലും ദൂരെ കൊണ്ട് വിടാം, എന്നാലേ മനസ്സമാനത്തോട് ഉറങ്ങാൻ പറ്റും. ഞാൻ ഒരിക്കലും നോക്കില്ല. എന്നെ നിർബന്ധിക്കരുത്. എന്നെ വിട്ടേക്ക്. എന്റെ അമ്മോ, എനിക്കിഞ്ചി എന്താ സംഭവിക്ക? എന്നെ ഒന്നും ചെയ്യല്ലേ. വേണ്ട, ഇവിടെ എവിടെയെങ്കിലും എന്നെ വിടാം. താഴേക്ക് ഇറക്കി വിട. ഞാനൊരു പരുന്തായി മാറി പറന്നു വന്നതാണ്. ഞാൻ അറിയാതെ മിററിനെ ഒന്ന് നോക്കിപ്പോയി. എന്റെ ചിങ്കം സാറേ, നിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ലല്ലോ. നിങ്ങൾ എപ്പോഴാ ഈഗിളായി മാറിയത്? എന്റെ അമ്മോ, സോറി. ഞാനൊരു പരുന്തായി മാറിയത് ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും. ഏലിയന്റെ വേഷമിട്ട് ഞാൻ എല്ലാവരെയും പറ്റിച്ചു. ഇതിനു ശേഷം ഞാൻ ഈ നഗരം മൊത്തം നശിപ്പിക്കും. പിന്നെ ഈസി ആയിട്ട് ഞാൻ എല്ലാവരുടെയും സാധനങ്ങൾ കൊള്ളയടിക്കും. ഇവിടുന്ന് ഞാൻ ആരെ കൊണ്ടും ഒരു സാധനങ്ങളും എടുത്തിട്ട് പോകാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. നമ്പർ 1, നമ്പർ 2, പോയി കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോടാ. കഴിച്ചിട്ട് നമുക്ക് നല്ല പോലെ ജോലി ചെയ്യാം. അതിനുശേഷം ജോൺ ആകുമെടാ, ഡോൺ. അതാ നോക്ക്, അവിടെ നടന്നു പോകുന്ന ജോണിനെ കണ്ടില്ലേ? എന്നിട്ട് അതാ അവന്റെ ഏലിയൻ മിററും. വരൂ, നമുക്ക് വീണ്ടും നഗരത്തിലേക്ക് പോകാം. എല്ലാം കൊള്ളയടിച്ചു കൊണ്ടുവരാം. ഓ, ഇതെന്താ ഇത്? രണ്ടാമത്തെ ഏലിയൻ മിററോ? ഏലിയൻ മിററാണ്. ഏലിയൻ പ്ലാനറ്റ്സിൽ നിന്ന് വന്നതാണ്. ഇവിടെയുള്ള സഹോദരന്മാരെയൊക്കെ തിരിച്ചു കൊണ്ടുപോകാൻ വന്നതാണ്. പിന്നെ അവരുടെ കൂട്ടുകാരെയും കൂടി. ഈ മിററിൽ എനിക്ക് ഞങ്ങളുടെ പ്ലാനറ്റിലേക്ക് കൊണ്ടുപോകാം. ഇല്ല, ഞാൻ വരില്ല. എന്നെ വിട്ടിട്ട് പോ. എന്നെ എങ്ങോട്ടും എന്റെ കൊണ്ടുപോകില്ല. അമ്മോ ജോൺ, നിനക്ക് ഇവിടുന്ന് പോയേ മതിയാവൂ. നീ സത്യം ചെയ്തതാണ്. ഇനി പിന്മാറാൻ പറ്റില്ല. ചെല്ല്. അയ്യോ, ഇവിടെ ചിങ്കം സാർ ഉണ്ടോ? അപ്പോൾ അത് ഡ്യൂപ്ലിക്കേറ്റ് മിറർ ആണ്.
സൂപ്പർ സൂപ്പർ യാ ജോൺ, ഇനി നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് ഫൈറ്റ് ചെയ്യാം. കാരണം എന്താണെന്നറിയോ? നീ ഞങ്ങളെയൊക്കെ ഒരുപാട് വേദനിപ്പിച്ചു കളഞ്ഞു. ചിങ്കാം സാർ, എന്നെ ഇവിടുന്ന് കൂട്ടിട്ട് പോകൂ. എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടൂ പ്ലീസ്. ഈ കണ്ണാടിനെ പോലെ എന്നെയും പൊട്ടിക്കല്ലേ. എന്നെ കൂട്ടിട്ട് പോകൂ ചിങ്കാം സാർ. Watch India's largest kids library only on Geo Hotstar. Download the app now.